ഇത് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന കാലത്താണെങ്കിലും വൈകുന്നേരമാണെങ്കിലും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1/2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കണം, 1/2 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം, 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം. ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ച് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഗോതമ്പ് പൊടി 3 കപ്പോളം നിറയെ എടുക്കുന്നുണ്ട്. സാധാരണ കൂടുതൽ നമ്മൾ ചപ്പാത്തിയൊക്കെ അല്ലേ ഉണ്ടാക്കിയെടുക്കാറ്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തൈരിൻ്റെ കൂട്ട്, അത് ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. നമ്മൾ ഈ ഒരു കൂട്ട് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മളിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ തൈരിൻ്റെ കൂട്ടുണ്ടല്ലോ, ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ നാനൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ കുഴച്ചെടുക്കണം. ആദ്യം ഒന്ന് തൈരിൻ്റെ ഈ ഒരു കൂട്ട് വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ആ തൈരിൻ്റെ പാത്രം ചുഴറ്റിയെടുത്തതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിലൊന്ന് കയ്യിൽ ഇതുപോലെ തടവി കൊടുത്ത് വീണ്ടും ഇതിനൊന്നിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അടച്ച് വയ്ക്കുന്നത് നമുക്ക് ആ ഒരു സമയം നമുക്കിതിലേക്കുള്ള സ്പെഷ്യൽ കറി ഉണ്ടാക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. മഷ്റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇത്രയും ഉണ്ട്. ഇത് ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ പകുതിയാക്കി മുറിച്ചെടുക്കണം. ഒരെണ്ണം പകുതിയാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ മഷ്റൂം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ക്യാപ്സിക്കം, 1 സവാള, 2 തക്കാളി, ഇതും കൂടെ ഒന്ന് അരിഞ്ഞ് വയ്ക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. ഇത് കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മസാലയാണ്. ഇതിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, 1 സ്പൂണോളം മുഴുവൻ മല്ലി, കുറച്ച് കാഷ്യൂനട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 3 സവാള, ഇതെല്ലാം അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. 4 തക്കാളി, ഇതും അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾക്കൊരു കുക്കർ സ്റ്റൗവിൽ വെച്ച് ഇതിലേക്ക് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കൂട്ടും 1/2 സ്പൂണോളം ക്യൂമിൻ സീഡും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കാഷ്യൂനട്ട് ഒരു 1.5 പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരുപാട് ഇങ്ങനെ വഴന്ന് വരുമൊന്നും വേണ്ട. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഇത് ചൂടാറാൻ വെക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് സവാള, തക്കാളി, പച്ചമുളക്, കാഷ്യൂനട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി വെച്ചതാണ്. അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണം. നമ്മൾ സാധാരണ കറി വയ്ക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കറി കേട്ടോ. അപ്പോൾ പാത്രം ഒന്ന് ചുഴറ്റിയെടുത്ത് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാനിത് അരച്ചെടുത്ത് വരുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. ഇനി വീണ്ടും ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം,
തക്കാളി, സവാള വലുതാക്കി അരിഞ്ഞ് വെച്ചില്ല ആദ്യം, അതും കൂടെ ചേർത്ത് കൊടുത്ത് 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിനെ ഒരു ഹാഫ് കുക്ക് മാത്രം ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കളറൊന്നും മാറാത്ത രീതിയിൽ ഇതിനെ ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകും മഷ്റൂം മസാലയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിൽ എടുക്കുന്നത് കണ്ടിട്ടില്ലേ, ഇതുപോലെ ക്യാപ്സിക്കം സവാളയൊക്കെ ആ ഒരു രീതിക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഈ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റിയ ശേഷം അതേ ഓയിലിലേക്ക് തന്നെ ഞാനിവിടെ മുളക് പൊടി 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 1/4 സ്പൂണോളം പെപ്പർ പൗഡറും 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. കളറ് മാറാനും പാടില്ല, എന്നാൽ ഈ ഒരു മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു കുത്തിയൊരു മണം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ടും സവാളയും വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ നമ്മൾ അരച്ചെടുത്തത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് മസാലയൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കണം. ഒരുപാട് വഴറ്റിയെടുക്കൊന്നും വേണ്ട, എന്നാലും ഇതിലേക്ക് ഇടുന്ന ഈ ഒരു രീതിയിലൊന്ന് വഴന്നു വരണം. നല്ല തിക്കായിട്ടാണ് ഈ ഒരു കറി ഇരിക്കുക. സാധാരണ മസാലയൊക്കെ ഓർഡർ ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്നത് നമ്മൾ ഒഴിച്ച് കറി പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മഷ്റൂം എടുക്കുകയാണ് കേട്ടോ. മഷ്റൂം ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ പയറ് വർഗ്ഗങ്ങളും മീനും ചിക്കനൊക്കെ അല്ലേ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. മഷ്റൂം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തതാണ് കേട്ടോ. 1.5 കപ്പ് വെള്ളമുണ്ട്. നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുന്ന പോലെ മഷ്റൂം വെന്ത് കഴിയുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ സാധാരണ മഷ്റൂം ഉണ്ടാക്കുമ്പോൾ കുറച്ച് വേവിച്ച് എടുക്കാറുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പ് എക്സ്ട്രാ ചേർത്ത് ഇതിനെ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മഷ്റൂം എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. നമുക്കിത് സ്റ്റവിൽ വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഓണാക്കി ഇടണം കേട്ടോ. നമ്മളിനി 1-2 സാധനം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. മഷ്റൂം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ നല്ലോണം അതിൽ പിടിച്ചിരിക്കും കേട്ടോ മഷ്റൂമിൻ്റെ ഉള്ളിൽ. അതിനാണ് നമ്മളിതുപോലെ അടച്ച് വെച്ച് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം കസൂരി മേത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കം കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ കുറച്ചൊന്നിങ്ങനെ തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുക. ഒരുപാട് ഇങ്ങനെ റോസ്റ്റ് പോലെ അല്ലാതെ ഒഴിച്ചുകറി പരുവത്തിൽ കുറച്ച് തിക്കായിട്ടിരിക്കുക. അതിനാണ് നമ്മൾ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നതും ഇതെല്ലാം കൂടെ അരച്ചെടുക്കുന്നതും. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരണം. ആ ഒരു സമയത്ത് കുറച്ചും കൂടെ ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇതിലേക്ക് ഇതുപോലെ തന്നെ ഒരു 1/4 സ്പൂണോളം പഞ്ചസാരയും കൂടെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 പിടിയോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും മഷ്റൂം കറി. ഞാൻ ഉണ്ടാക്കുന്ന മഷ്റൂം കറി ഇങ്ങനെയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ, നാനിൻ്റെ കൂടെ, ബട്ടർ നാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒഴിച്ച് കറി പോലെ തന്നെയാണ് ഇരിക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടിയായിട്ട്, അപ്പോൾ അത് ഇനി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ മാവ് എടുക്കണം കേട്ടോ. എന്നിട്ട് സാധാരണ ചപ്പാത്തിയുടെ ആ പരുവത്തിൽ തന്നെ നമ്മളിതിനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു മാവ്. ഇനി ചപ്പാത്തിയുടെ പലക ഉണ്ടല്ലോ, ചപ്പാത്തി പരത്തുന്ന പലകയിൽ വെച്ച് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ മറ്റ് ഷേപ്പുകളൊന്നും അല്ലാതെ തന്നെ നമുക്കിതുപോലെ ഒന്നിതുപോലെ ഉരുട്ടി പരത്തി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണയൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കണം. കറുത്ത എള്ള് ഇതിൻ്റെ മേളിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പലകയിലിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും.
കേട്ടോ, ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കാറ്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് വൈകുന്നേരത്തെ നമ്മളെ ഡിന്നറിന് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നാനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, മൈദപ്പൊടിയൊന്നും ചേർക്കാതെ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊരു ഇതിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലും വളരെ കുഞ്ഞായിട്ട് മുറിച്ചെടുക്കാം, 4 പീസാക്കി എടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്കിതിനെ നല്ലോണം ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ പൊള്ളിച്ചെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം ഞാനിപ്പോൾ ഇത് കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറുഭാഗം ഉണ്ടല്ലോ, ഇതിൽ സാധാരണ വെള്ളം ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശത്തവയിലാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഇതിൽ കഴിയുന്നതും ഉണ്ടാക്കിയെടുക്കരുത്. ചപ്പാത്തി ചുടുന്ന കല്ലിലുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ചപ്പാത്തി കല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനിവിടെ ഇത് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ ഒരു തവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. നല്ല ചൂടായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചപ്പാത്തിയുടെ തവ. ഇട്ടപ്പോൾ തന്നെ ബബിളൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി ഇതിനെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്തൂരി അടുപ്പൊന്നും ഇല്ലെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതിനിങ്ങനെ നല്ല ബബിളൊക്കെ വരും. ഇത് കൂടുതലും മൈദയായിട്ടും ഉണ്ടാക്കാം, നമുക്കിതുപോലെ ആട്ടപ്പൊടിയായിട്ടും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വെറൈറ്റി നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള രുചിയാണ് കേട്ടോ ഇതിന്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഒട്ടും എണ്ണയൊന്നും കൂടുതലൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമ്മൾ ഇത് നാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം ഇതിൻ്റെ മുകളിൽ മല്ലിയില കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കുക. അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല രുചിയാണ്. ബാക്കിയുള്ളതും കൂടെ നമ്മളിതുപോലെ തന്നെ എടുക്കുകയാണ് കേട്ടോ. എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മഷ്റൂം കറിയും അതുപോലെ ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള നാനും. ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളം ഇതിൻ്റെ അടിയിൽ തേച്ച് കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന നാനിൻ്റെ അതേ രുചി തന്നെയാണ് ഉണ്ടാവുക കേട്ടോ, രുചിയും മണമൊക്കെ. അപ്പോൾ നമ്മൾ മൈദപ്പൊടിയൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് നാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ നാൻ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കുക, നല്ല രുചിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടനെ ഒന്ന് പ്രസ് ചെയ്യണം. ഫേസ്ബുക്ക് പേജിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മൾക്കിതിലേക്ക് ബട്ടർ ഉരുക്കിയിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. കറിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു രീതിയിൽ ബട്ടർ ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇത് മാത്രം കഴിക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ഗോതമ്പ് മാവിൽ ഉണ്ടാക്കിയാൽ പോലും. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ചൂടാറിയാൽ പോലും നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഷ്റൂം ക്യാപ്സിക്കം കൊണ്ടുള്ള കറി ഉണ്ടോ. നമ്മൾ അടച്ച് വെച്ച പോലെ കുറച്ചൊന്ന് ചൂടാറിയപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒഴിച്ച് കറിയാണ്, മഷ്റൂം മസാല കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ കൂടുതലും വൈകുന്നേരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ് ഇങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന രുചിയിലാണ്. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചിക്കന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്ന നാനും അതുപോലെ തന്നെ ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.